കേരളത്തിലെ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വൈവിധ്യമുള്ള പലഹാരങ്ങൾ ഉപയോഗിക്കുന്നവരാണ് മലയാളി. പക്ഷെ ഇതൊന്നും ഒട്ടുമുക്കാലും വിഭവങ്ങൾ നമ്മുടേതല്ല. ഇതൊക്കെ പല നാട്ടിൽ നിന്നും പല ജനവിഭാഗത്തിൽ നിന്നുമൊക്കെ നമ്മൾ കടം കൊണ്ടതാണ്. പക്ഷെ ഇതൊക്കെ എന്നാണ് കേരളത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ ആണ്ടുമാസം തീയതി അടക്കം എന്നാണ് ഈ പലഹാരങ്ങൾ ദോശ, ഇഡ്ഡലി, പുട്ട് ഇതൊക്കെ എന്നാണ് വന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കെന്നല്ല, ഈ പലഹാരങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇതെന്നോ പറയുന്ന ആർക്കും തന്നെ ഇത് പറയാൻ ബുദ്ധിമുട്ടാവും. എന്നാൽ കേരളത്തിലെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പലഹാരം എന്നാണ് വന്നത് എന്ന് കൃത്യമായി പറയാവുന്ന ഒരെണ്ണമുണ്ട്. അതിൻ്റെ പേര് ചപ്പാത്തി എന്നാണ്. അത് മലയാളത്തിലേക്ക് എത്തുന്നത് 1924 മെയ് മാസം 5-ാം തീയതിയാണ്. 101 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്ര കൃത്യമായി ഇത് പറയാൻ കഴിയുന്നത്? കാരണം ഇന്ത്യയിലാകെ ശ്രദ്ധ കേന്ദ്രീകരിച്ച, ഇന്ത്യയിലെ പുരോഗമനവാദികൾ മുഴുവൻ ഉറ്റുനോക്കിയ, മനസ്സുകൊണ്ട് അവർ മുഴുവൻ സഹകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ഒരു സമരത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഈ പലഹാരം കേരളത്തിൽ എത്തുന്നത്. ആ സമരത്തിൻ്റെ പേര് വൈക്കം സത്യാഗ്രഹം എന്നാണ്. വൈക്കം സത്യാഗ്രഹം നമുക്കറിയാം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള റോഡുകളിലൂടെ അവർണ്ണന് നടക്കാൻ വിലക്ക് കൽപ്പിച്ചിരുന്നു. ആ വിലക്ക് മാറ്റണമെന്നും എല്ലാ മനുഷ്യർക്കും, പട്ടിയും പൂച്ചയും ഒക്കെ നടക്കുന്ന ആ റോഡിൽ മനുഷ്യനെ നിരോധിക്കുന്നത് മനുഷ്യത്വരഹിതമാണെന്ന്, അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും നടക്കാനുള്ള അവസരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അത് 1924 ഏപ്രിൽ 24-ാം തീയതിയാണ്. അന്ന് ആ സമരം ആരംഭിക്കുമ്പോൾ ഈ സമരത്തിൻ്റെ വാർത്ത വടക്കേ ഇന്ത്യയിലെത്തി. വടക്കേ ഇന്ത്യയിലെത്തുന്നതിന് കാരണം മലയാളിയുടെ മഹത്വം കേരളത്തിന് പുറത്തെത്തിച്ച സർദാർ KM പണിക്കർ അന്ന് പട്യാല രാജാവിൻ്റെ മന്ത്രിയായി ജോലി ചെയ്യുന്നൊരു കാലം. മലയാളിയായ പണിക്കരെ ആരോ കത്തെഴുതി ഇവിടുത്തെ സമര വിവരം അറിയിക്കാനുണ്ടായത്. അങ്ങനെ പട്യാലയിൽ മന്ത്രിയായിരിക്കുന്ന KM പണിക്കർ വഴി സിഖ് ഗുരുദ്വാരകളിൽ ഈ വാർത്ത എത്തുന്നു. അതായത് ജാതി കുറഞ്ഞ മനുഷ്യർക്ക് റോഡിലൂടെ നടക്കുന്നതിന് വേണ്ടിയുള്ള സമരം കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്ത. ഈ വാർത്ത പഞ്ചാബിലെത്തിയതോടുകൂടി അവിടുത്തെ സിഖ് ഗുരുദ്വാരയിലെ പ്രമുഖരെല്ലാം ഒത്തുചേർന്ന് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. സിഖുകാർ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു കാരണമുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച സിഖ് മതം ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്കെതിരായിരുന്നു, ബിംബാരാധനയ്ക്ക് എതിരായിരുന്നു, ബഹുദൈവാരാധനയ്ക്കും എതിരായിരുന്നു. അപ്പോൾ ബഹുദൈവാരാധനയ്ക്കെതിരാണ്, ജാതി വ്യവസ്ഥകൾക്കെതിരാണ്, ബിംബാരാധനയ്ക്കും ഒക്കെ എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ടും അല്ലാതെയുമൊക്കെ ഈ സമരത്തിനെ പിന്തുണയ്ക്കാൻ സിഖ് ഗുരുദ്വാരയുടെ കമ്മിറ്റിയിലെ പ്രമുഖരെല്ലാം കൂടി തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ഇതിന് ഭൗതികമായ പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി വൈക്കത്ത് ഒരു സൗജന്യ ധർമ്മ ഭോജനശാല സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചു. അങ്ങനെ പഞ്ചാബിൽ നിന്ന് ബാബ കൃപാൽ സിംഗും സർദാർ ലാൽ സിംഗിൻ്റെയും നേതൃത്വത്തിൽ 10 സിഖുകാർ ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള വിഭവങ്ങളുമായി വൈക്കത്തെത്തി. അങ്ങനെ 1924 മെയ് മാസം 5-ാം തീയതി അവർ അവരുടെ ഭോജനാലയം തുറന്നു. ആ ഭോജനാലയത്തിൽ പ്രധാനമായും അവർ വിതരണം ചെയ്തത് അവരുടെ തന്നെ ഇഷ്ടഭക്ഷണമായ ചപ്പാത്തിയും ഡാലുമായിരുന്നു. പക്ഷേ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചപ്പാത്തിയും ഡാലും ഒക്കെ ഉണ്ടാക്കിയതിൽ ചേർത്തിരുന്ന എണ്ണ എന്ന് പറയുന്ന കടുകെണ്ണയാണ്. ഈ കടുകെണ്ണയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പല ആളുകളും ഇതിനോട് മുഖം തിരിച്ചു. പലർക്കും അത് രുചികരമായി, കാര്യം മലയാളിയെ സംബന്ധിച്ചുള്ള കടുകെണ്ണ അത്ര രുചികരമായൊരു എണ്ണയല്ല.
അതുകൊണ്ട് തന്നെ അവർ പലരും ഇതിനോട് മുഖം തിരിച്ചു. ഉടൻ തന്നെ അവരത് മാറ്റിയതിനു ശേഷം കടുകെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ തന്നെ പ്രാദേശികമായി വെളിച്ചെണ്ണ വാങ്ങി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അത് വളരെ ഇതായി മുമ്പോട്ട് പോകവേ 10-25 ദിവസം കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധി ഈ വിഷയത്തിൽ ഇടപെട്ടു. മഹാത്മാഗാന്ധി പറഞ്ഞത്, ഹിന്ദു മത ക്ഷേത്രത്തിൻ്റെ ചുറ്റും ആണ് വിലക്കുള്ളത്, ആ വിലക്കാണ് നീക്കേണ്ടത്. ആ വിലക്ക് നീക്കുന്നതിനുള്ള സമരത്തിൽ അന്യമതസ്ഥരുടെ ധാർമ്മിക പിന്തുണ മാത്രം മതി, ഭൗതികമായ യാതൊരു പിന്തുണയും സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ, മനസ്സുകൊണ്ട് ആർക്ക് വേണോ പിന്തുണയ്ക്കാം, പക്ഷേ ഭൗതികമായി സമ്പത്ത് കൊണ്ടോ അതല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടോ അതല്ലെങ്കിൽ വസ്ത്രം കൊണ്ടോ ഒന്നും തന്നെ പിന്തുണയ്ക്കരുത്, അത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് ഗാന്ധി മുന്നറിയിപ്പ് കൊടുത്തു. ആ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചാബിലെ ഗുരുദ്വാര കമ്മിറ്റി ഈയുടെ നിർദ്ദേശപ്രകാരം ഈ ഭോജനാലയം, ഈ സൗജന്യ ഭക്ഷണശാല അടച്ചു പൂട്ടി. പക്ഷെ അടച്ചു പൂട്ടിയെങ്കിലും ഇത് വീണ്ടും നടത്തണം എന്നുള്ളൊരാഗ്രഹം മലയാളികളുടെ ഇടയിൽ എങ്ങനെയോ കടന്നുകൂടി. അങ്ങനെ SNDP യൂണിയനുകളുടെ ഒരു യോഗം ജൂൺ മാസം 26-ാം തീയതി കൊല്ലത്തെ ഷൺമുഖവിലാസം ഹാളിൽ കൂടി. തിരുവിതാംകൂറിലെ എല്ലാ SNDP യോഗങ്ങളും കൂടി ഷൺമുഖവിലാസം ഹാളിൽ ജൂൺ മാസം 26-ാം തീയതി കൂടി ഈ ഭോജനശാല പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ SNDP യൂണിയൻ്റെ നേതൃത്വത്തിൽ ഭോജനശാല പുനരാരംഭിക്കുകയും വീണ്ടും ഭോജനശാല നടന്നു വരികയും ചെയ്യും. ഈ സമയത്താണ് 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയും, അതിരൂക്ഷമായ വെള്ളപ്പൊക്കം. ജൂലൈ മാസം 1924 ജൂലൈ മാസത്തിൽ അതിശക്തമായ വെള്ളപ്പൊക്കം, 99-ലെ വെള്ളപ്പൊക്കം. സമരക്കാർ പിൻവാങ്ങിയില്ല. അതിനെക്കുറിച്ച് റിപ്പോർട്ട് ഇങ്ങനെയാണ്, പത്രത്തിൽ വന്ന റിപ്പോർട്ട്: കഴുത്തോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് സമരക്കാർ മുദ്രാവാക്യം വിളിച്ച് സമരം ചെയ്തു എന്നാണ് അന്നത്തെ പത്ര റിപ്പോർട്ടുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിലെ ഭോജനശാല SNDP നേതൃത്വത്തിൽ മുമ്പോട്ട് പോകവേ അരിക്ക് ക്ഷാമം വന്നു. അരി കിട്ടാനല്ലാതായി. വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൂടെ മാർക്കറ്റിൽ അരിയുടെ കുറവ് വന്നു. സാമ്പത്തികമായി മാന്ദ്യം സംഭവിച്ചു. അന്ന് ചിറയിൻകീഴിലെ SNDP യോഗത്തിലെ ആളുകളൊക്കെ കൂടി ചേർന്ന് ഒരു പുതിയ തീരുമാനമെടുത്തു. പിടിയരി സമ്പ്രദായം. ഒരു നേരം നിങ്ങൾ കഞ്ഞി വയ്ക്കുമ്പോൾ ഒരു പിടി അരി മാറ്റി വയ്ക്കുക. ഉച്ചയ്ക്ക് നിങ്ങൾ കഞ്ഞി വയ്ക്കുമ്പോൾ ഒരു പിടി അരി മാറ്റി വയ്ക്കുക. രാത്രി കഞ്ഞി വയ്ക്കുമ്പോൾ ഒരു പിടി അരി മാറ്റി വയ്ക്കുക. അങ്ങനെ പിടിയരി മാറ്റി വയ്ക്കുന്ന സമ്പ്രദായം 1924 ചിറയിൻകീഴിൽ ആരംഭിക്കുന്നു. ആ പിടിയരി കൊണ്ടാണ് പിന്നീട് ഇത് SNDP യോഗത്തിലെ പല ആളുകളും പല സഭകളും ഏറ്റെടുക്കുകയും ഈ പിടിയരി സമ്പ്രദായം വ്യാപകമാവുകയും അങ്ങനെ ഇത് നടന്നു, ഈ ഭോജനശാല, സൗജന്യ ഭോജനശാല നടന്ന് പോവുകയും ചെയ്തു. 1925 604 ദിവസത്തെ സമരത്തിന് ശേഷം ഇത് ഒത്തുതീർപ്പായി. അങ്ങനെ കിഴക്കേ നട ഒഴികെയുള്ള മറ്റ് നടകളിലൂടെയൊക്കെ വർണ്ണർക്ക് നടന്നു പോകാനുള്ള അവകാശം സ്ഥാപിച്ചുകൊണ്ടാണ് ആ സമരം ഭാഗികമായി വിജയം തന്നെയായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ അലയൊലികൾ അവിടെയും തീർന്നില്ല. ചപ്പാത്തി നമ്മുടെ ക്രമേണ കൊണ്ട് സാധാരണക്കാരൻ്റെ ഭക്ഷണമായി മാറുകയാണ്. ഗോതമ്പ് കപ്പലിലൊക്കെ ഗോതമ്പ് മാവും ഒക്കെ വരികയും അത് പിന്നെ ചപ്പാത്തിയായി ഇവിടെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ചപ്പാത്തി സ്വാഭാവികമായും ഒരു മലയാളിയുടെ സാധാരണ ഭക്ഷണമായി മാറുകയുണ്ടായി. പക്ഷേ ഈ മതത്തിൻ്റെ സ്വാധീനം വീണ്ടും, സിഖ് മതത്തിൻ്റെ സ്വാധീനം ഇവിടെ വീണ്ടും നിലനിന്നു. ജാതി വ്യവസ്ഥ വീണ്ടും അതിരൂക്ഷമായി തുടരുമ്പോൾ ചേർത്തലക്കാരനായ KC കുട്ടച്ചൻ എന്ന പേരിലാണ് അദ്ദേഹം പിന്നീട് അറിയപ്പെട്ടത്. KC കുട്ടൻ്റെ നേതൃത്വത്തിൽ 6 പേർ നേരെ പഞ്ചാബിൽ ചെല്ലുകയും പഞ്ചാബിലെ സുവർണക്ഷേത്രത്തിൽ വെച്ച് ഡോക്ടർ BR അംബേദ്കറുടെ സാന്നിധ്യത്തിൽ സിഖ് മതം സ്വീകരിക്കുകയും ചെയ്തു. അവരുടെ പേരും മാറി. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. KC കുട്ടൻ ജയ്സിംഗ് എന്ന പേര് സ്വീകരിച്ചു. രാഘവൻ ഫർനാം സിംഗ് എന്ന പേര് സ്വീകരിച്ചു. കണ്ണാട്ട് കേശവൻ ഉദയ് സിംഗ് എന്ന പേര് സ്വീകരിച്ചു. രാഘവൻ കൃപാൽ സിംഗ് എന്ന പേര് സ്വീകരിച്ചു. CK കൃഷ്ണൻ രഞ്ജിത് സിംഗ് എന്ന പേര് സ്വീകരിച്ചു. പുത്തനമ്പലം ദാമോദരൻ ഭഗവാൻ സിംഗ് എന്ന പേര് സ്വീകരിച്ചു. കടക്കരപ്പള്ളി ഭാസ്കരൻ ഭൂപേന്ദ്ര സിംഗായി മാറി. ഇങ്ങനെ ഇവരൊക്കെ പേരുമൊക്കെ മാറിയതിനു ശേഷം സിഖ് മതം സ്വീകരിക്കുകയും സിഖ് മതത്തിൻ്റെ ചിഹ്നങ്ങളായ താടി,
മുടി, വള, വാള്, വസ്ത്രം, അതായത് മുട്ടോളം എത്തുന്ന വസ്ത്രവും ഒക്കെ ധരിച്ച് ഇവർ ശരിക്കും സിഖുകാരായി മാറി. അതിനുശേഷം അവർണർക്ക് നിഷേധിച്ചിട്ടുള്ള മറ്റൊരു ക്ഷേത്ര വഴിയാണ് തൃപ്പൂണിത്തുറ ക്ഷേത്ര വഴി. തൃപ്പൂണിത്തുറ ക്ഷേത്ര വഴിയിലൂടെ ഈ സിഖ് മതം സ്വീകരിച്ചവർ നടന്നുപോയി. പക്ഷെ ആരും പ്രതിഷേധിച്ചില്ല. അങ്ങനെ മതം മാറിയവർക്ക് ഏകദേശം അംഗീകാരം കിട്ടുന്നൊരവസ്ഥയിലേക്ക് ഈ സിഖ് മത വ്യാപനം കാരണമായി എന്നുള്ളതാണ്. അപ്പോൾ ഈ KC കുട്ടൻ സർദാർ ജയ്സിംഗ് ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഒരു മത പരിവർത്തന യജ്ഞം നടന്നു. ഈ മതപരിവർത്തന യജ്ഞത്തിൽ 25ഓളം പേർ സിഖ് മതം സ്വീകരിച്ചു. അതിൽ ഒരു 12 വയസ്സായ ഒരു ബാലിക സിഖ് മതം സ്വീകരിച്ചു. മലയാളത്തിൽ ആദ്യമായി സിഖ് മതത്തിലേക്ക് മാറുന്ന മലയാളി പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് നരേന്ദ്ര കൗർ എന്നായി. കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു പേരാണ് നരേന്ദ്ര കൗർ. 12 വയസ്സായ മലയാളിയായ, മലയാളത്തിൽ ജനിച്ച, മതം മാറിയ, സിഖ് മതത്തിലേക്ക് മാറിയ ആദ്യത്തെ മലയാളി പെൺകുട്ടിയാണ് നരേന്ദ്ര കൗർ. സ്ഥലം ചേർത്തല. അപ്പോൾ ചേർത്തലയിൽ വീണ്ടും മത പരിവർത്തനം നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ 125ഓളം ആളുകൾ മതം മാറി സിഖ് മതസ്ഥരായി. 100-ലേറെ സിഖ് മതസ്ഥർ ഉള്ള സ്ഥലങ്ങളിൽ സിഖ് ഗ്രാമം സ്ഥാപിക്കുന്നതിന് അവരുടെ വകുപ്പുണ്ട്, അവരുടെ മതപരമായ വകുപ്പുകളുണ്ട്. അങ്ങനെ ഒരു സിഖ് കോളനി രൂപീകരിക്കുന്നതിന് വേണ്ടി 1 ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങി. സിഖ് കോളനിക്ക് വേണ്ടി 1 ഏക്കറിലേറെ വരുന്ന സ്ഥലം വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. ഈ സമയത്താണ് 1936 നവംബർ 12-ാം തീയതി തിരുവിതാംകൂറിൽ നിന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്, അവർണർക്ക് ക്ഷേത്ര പ്രവേശനം പ്രഖ്യാപിച്ചുകൊണ്ട്. അങ്ങനെ അവർണർക്ക് ക്ഷേത്ര പ്രവേശനം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ അവർണത്വം നീക്കിക്കൊണ്ടൊരു ഉത്തരവ് വന്നതോടുകൂടി ഈ മത പരിവർത്തനത്തിന് ഒരു അയവ് വന്നു. അന്ന് അവിടുത്തെ ചേർത്തലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസിദ്ധനും പൊതുകാര്യ പ്രസക്തനുമായ മുറിവേലി പാച്ചുപിള്ള എന്ന് പറയുന്ന അഡ്വക്കേറ്റ് KC കുട്ടനുമായി സംസാരിച്ചു, സിഖുകാരുമായി സംസാരിച്ചു. അങ്ങനെ നിങ്ങളുടെ ഐത്തപ്പാടുകളൊക്കെ മാറിക്കിട്ടിയിരിക്കുന്നു, ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പ്രവേശനമുണ്ട്, ഏത് വഴികളിലൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് നടക്കാം. ഈ ഒരു സൗകര്യം വരുമ്പോൾ അതിനു വേണ്ടി, അതായത് അംഗീകാരത്തിന് വേണ്ടി നിങ്ങൾ മതം മാറുന്നത് ധാർമ്മികമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഐത്തപ്പാടുകളൊക്കെ മാറ്റിക്കൊണ്ട് ക്ഷേത്ര ആരാധനയ്ക്കും ക്ഷേത്ര വഴികളിൽ ഉപയോഗിക്കുന്നതിനുമുള്ള സൗകര്യം കിട്ടിയത് കൊണ്ട് നിങ്ങൾ തിരിച്ചു വരണം എന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദവും മൂലം തുടങ്ങി ബാക്കിയുള്ള ആളുകളൊക്കെ പഴയ അവരുടെ വിശ്വസിച്ച മതങ്ങളിലേക്ക്, ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മതങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. KC കുട്ടൻ എന്ന കുട്ടച്ചൻ മതവും ഒക്കെ വിട്ടതിന് ശേഷം SNDP പ്രവർത്തകനായി അവസാനം വരെ തുടർന്ന് ഏതാണ്ട് 60 അടുപ്പിച്ച് അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു പഴയ ഒരു സിഖ് മത ചരിത്രം, ആ സിഖ് മത ചരിത്രം ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്, ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ടാണ്. ഇന്ന് നമ്മൾ വല്ലപ്പോഴും സ്ഥിരമായും ഒക്കെ കഴിക്കുന്ന ചപ്പാത്തിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയുന്ന കൗതുകകരമായ ഒരു ചരിത്ര വിവരം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാനാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.